Hello friends, welcome back to another video from Study History with me. Sanskrit ലിറ്ററേച്ചറിൻ്റെ സീരീസിൽ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓഥർ വിശാഖദത്തയാണ്. ഇദ്ദേഹത്തിൻ്റെ രണ്ട് പ്ലേസാണ് മുദ്രരാക്ഷസയും ദേവി ചന്ദ്രഗുപ്തവും. ഇതിൽ മുദ്രരാക്ഷസ മാത്രമേ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നുള്ളൂ. മുദ്രരാക്ഷസ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതിയാണ്. മുദ്രരാക്ഷസ എന്ന വേർഡിൻ്റെ മീനിങ് റിങ് ഓഫ് ദ ഡെമൺ. മുദ്ര എന്ന് പറയുന്നത് റിങ് ആണ്, രാക്ഷസ എന്ന് പറയുന്നത് ഡെമൺ ആണ്. സോ ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. നമ്മളുടെ മൗര്യൻ കിങ് ആയിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യ പവറിലേക്ക് വരുന്നതാണ് ഇതിൻ്റെ ഒരു തീം. ചന്ദ്രഗുപ്ത മൗര്യ ഡിഫീറ്റ് ചെയ്യുന്ന നന്ദാസിൻ്റെ ലാസ്റ്റ് മിനിസ്റ്ററാണ് രാക്ഷസ. ചന്ദ്രഗുപ്ത മൗര്യയും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായിട്ടുള്ള ചാണക്യയും കൂടിയിട്ടാണ് നന്ദാസിനെ ഓവർത്രോ ചെയ്യുന്നത്. നന്ദാസ് തകരാൻ പോകുന്നൊരു സിറ്റുവേഷനിലായിരുന്നെങ്കിലും രാക്ഷസ അവർക്ക് വളരെ പ്രധാനപ്പെട്ട അസ്റ്റ്യൂട്ട് ആയിട്ടുള്ളൊരു ഓണസ്റ്റ് ആയിട്ടുള്ളൊരു മിനിസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മൊണാർക്ക് മരിച്ചു. മൊണാർക്കിന് ഇവർ പോയിസൺ കൊടുത്ത് കൊന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് ഇവരെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, രാക്ഷസയെ. ബട്ട് അറ്റ് ദ എൻഡ് രാക്ഷസനെ ഇവർ ചന്ദ്രഗുപ്ത മൗര്യ അവരുടെ സൈഡിലേക്ക് ലൂർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മുദ്ര രാക്ഷസ എന്ന വേർഡ് നമുക്ക് മുദ്ര റിങ് ഓഫ് ദ ഡെമൺ എന്ന് പറഞ്ഞു, റിങ് ഓഫ് രാക്ഷസ എന്നും വിളിക്കാൻ പറ്റും. സോ ഈ ഒരു രാക്ഷസയുടെ സിഗ്നറ്റ് റിങ് എടുക്കുന്നതിനെ കുറിച്ചാണ്, ഒരു സ്പൈ എടുക്കുന്നതിനെ കുറിച്ചാണ് ഇതിൽ ലാസ്റ്റിലേക്ക് സ്റ്റോറി വരുന്നത്. ചാണക്യക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പൈ ഈ ഒരു റിങ് മോഷ്ടിക്കുന്നത്. മുദ്ര രാക്ഷസയിൽ പറയുന്ന സ്റ്റോറിക്ക് ക്ലാസിക്കൽ ഹെലനിസ്റ്റിക് സോഴ്സുകളിലും നമുക്ക് കണ്ടംപററി ആയിട്ടുള്ള അക്കൗണ്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഓതൻറ്റിസിറ്റി നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. വിശാഖദത്തയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് ദേവി ചന്ദ്രഗുപ്തം. ദേവി ചന്ദ്രഗുപ്തത്തിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് രാമഗുപ്തയും പിന്നെ ധ്രുവദേവിയും. ദേവി ചന്ദ്രഗുപ്തം എന്ന വേർഡ് നമുക്ക് ഈസി ആയിട്ട് ഓർത്തു വെക്കാൻ സാധിക്കും. രാമഗുപ്ത ഒരു യുദ്ധത്തിൽ തോൽക്കുകയും അതിൻ്റെ റിസൾട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ക്വീൻ ആയിട്ടുള്ള ധ്രുവദേവിയെ ശക എനിമിക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്തു. രാമഗുപ്തയുടെ യങ്ങർ ബ്രദറായിട്ടുള്ള ചന്ദ്രഗുപ്ത ഈ ഒരു രാജ്ഞിയുടെ രൂപത്തിൽ എനിമി ക്യാമ്പിൽ കടക്കുകയും അവിടെ ഉണ്ടായിരുന്ന എനിമി റൂളറെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ടു ദ എൻഡ് ചന്ദ്രഗുപ്ത രാമഗുപ്തയെ പവറിൽ നിന്ന് ഒഴിവാക്കുകയും ധ്രുവദേവിയെ കല്യാണം കഴിക്കുകയും ചെയ്യുന്നു. ജസ്റ്റ് ലൈക്ക് മുന്നേ പറഞ്ഞ രുദ്രരാക്ഷസ പോലെ ഇതും ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. പക്ഷേ ഇതിൻ്റെ ഹിസ്റ്റോറിസിറ്റി കുറച്ച് ഡിബേറ്റഡ് ആണ്. പ്ലസ് ദേവി ചന്ദ്രഗുപ്തം നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ദേവി ചന്ദ്രഗുപ്തം നമുക്ക് ഫ്രാഗ്മെൻ്റ് ആയിട്ട് പല പല കൃതികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മജ്മത്തു തവാരിഖ്. ഇത് 11th സെഞ്ച്വറിയിലുള്ളൊരു മാനുസ്ക്രിപ്റ്റാണ്. ഈ ഒരു പ്ലേയുടെ പേർഷ്യൻ അഡാപ്റ്റേഷനാണ് ഈ ഒരു കൃതി. മജ്മത്തു തവാരിഖ് അഡാപ്റ്റേഷൻ എഴുതിയിട്ടുള്ളത് അബുൽ ഹസൻ അലിയാണ്. ഇതൊരു ഹിന്ദുവി വർക്കിൻ്റെ സാൻസ്കൃതമായിട്ടുള്ള അൺസ്പെസിഫൈഡ് സാൻസ്കൃത് വർക്കിൻ്റെ ട്രാൻസ്ലേഷനാണ്. ഇതിൻ്റെ പ്ലോട്ട് ദേവി ചന്ദ്രഗുപ്തമായിട്ട് വളരെ സിമിലറാണ്. അതുകൊണ്ടാണ് ഇതൊരു അഡാപ്റ്റേഷൻ ആയിരിക്കാമെന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ രാമഗുപ്ത എന്ന ക്യാരക്ടറിന് റവാൽ എന്നുള്ളൊരു ക്യാരക്ടറാണ് വരുന്നത്. അതുപോലെ ചന്ദ്രഗുപ്തയുടെ ക്യാരക്ടറായിട്ട് വരുന്നത് ബർക്കമാരീസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. ദേവി ചന്ദ്രഗുപ്തത്തിൻ്റെ മറ്റ് ഫ്രാഗ്മെൻറ്റ്സ് വരുന്ന കുറച്ച് കൃതികളാണ്. ഒന്ന് നാട്യദർപ്പണ, മറ്റൊന്ന് ഭോജയുടെ കൃതികൾ. കൂടാതെ ഗുപ്ത ഡൈനാസ്റ്റിയുടെ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ നമുക്ക് ചന്ദ്രഗുപ്തയെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള രാമഗുപ്ത ഇതിൽ ആബ്സെൻ്റ് ആണ്. ക്വീനായിട്ടുള്ള ധ്രുവദേവിയുടെ ഒരു റോയൽ സീല് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കുറേ ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ഇതൊരു ഒറിജിനൽ ട്രൂ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണെന്നാണ്. സോ നമുക്ക് വിശാഖദത്തയുടെ രണ്ട് വർക്ക്സും ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഒന്നാമത്തെ പ്ലേ ആണ് മുദ്ര രാക്ഷസ. മുദ്ര രാക്ഷസ, രാക്ഷസയുടെ റിങ്.
ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്ലേസ് പാടലിപുത്രയാണ്. ചന്ദ്രഗുപ്ത മൗര്യയും ചാണക്യയും കൂടിയിട്ട് നന്ദാസനെ ഓവർത്രോ ചെയ്യുന്നതാണ് പറയുന്നത്. മറ്റ് 2 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് മലൈകേട്ടുയും രാക്ഷസ എന്ന് പറയുന്നത് പേരിൽ തന്നെയുണ്ട്, മുദ്ര രാക്ഷസയിലുണ്ട്. ഇത് നന്ദാസിൻ്റെ മിനിസ്റ്റർ ആയിരുന്നു. സോ ഇത് ബേസിക്കലി ടോട്ടൽ സ്റ്റോറി നമുക്ക് ഈ ഒരു പേരിൽ നിന്ന് തന്നെ ഓർത്തെടുക്കാൻ ഈസിയാണ്. അടുത്ത കൃതിയാണ് ദേവി ചന്ദ്രഗുപ്തം. ഇതിലുള്ള 2 ക്യാരക്ടേഴ്സാണ് ദേവിയും ചന്ദ്രഗുപ്തയും. ദേവി രാമഗുപ്തയുടെ വൈഫായിരുന്നു. ചന്ദ്രഗുപ്ത അദ്ദേഹത്തിൻ്റെ ബ്രദറായിരുന്നു. അപ്പോൾ ഒരു വാറിൽ തോറ്റപ്പോൾ രാമഗുപ്ത ദേവിയെ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ചന്ദ്രഗുപ്ത ദേവിയുടെ രൂപത്തിൽ എനിമി ക്യാമ്പിൽ കയറുകയും എനിമിനെ ഡിഫീറ്റ് ചെയ്യുകയും ലേറ്റർ ദേവിയെ സ്വന്തമാക്കുകയും ചെയ്തു. ധ്രുവാദേവി എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ തന്നെ മറ്റൊരു പേർഷ്യൻ അഡാപ്റ്റേഷനാണ് മജ്മലുത്തു തവാരീഖ്. ഇനി നമുക്ക് വിശാഖദത്തയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ദി പ്ലേ ദേവി ചന്ദ്രഗുപ്ത ബൈ വിശാഖദത്ത വാസ് ഫൗണ്ട് ഇൻ എ മാനുസ്ക്രിപ്റ്റ് ഓഫ് ഭോജാസ് ശൃംഗാര പ്രകാശ ആൻഡ് സം പാർട്ട് ഓഫ് ദിസ് പ്ലേ വാസ് ഫൗണ്ട് ഇൻ എ മാനുസ്ക്രിപ്റ്റ് ഓഫ് വിച്ച് റൈറ്റർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, ഗുണചന്ദ്രാസ് നാട്യദർപ്പണ. ക്വസ്റ്റ്യൻ നമ്പർ 2. Who of the following is the author of the book ദേവി ചന്ദ്രഗുപ്തം? ഈസി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ആണ്, വിശാഖദത്ത. ക്വസ്റ്റ്യൻ നമ്പർ 3. Which of the following books was authored by വിശാഖദത്ത? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്, മുദ്ര രാക്ഷസ. ക്വസ്റ്റ്യൻ നമ്പർ 4. With reference to the literary creations of ancient India, which of the following pair is correct? Option 4, Mudra Rakshasa and Vishagadatta. Question number 5. Which one of the following Sanskrit dramas give details of Chandragupta Maurya? Correct answer, Mudra Rakshasa. Question number 6. The decline of the Nandas at the hands of Kautilya and Chandragupta Maurya has been vividly portrayed in the Sanskrit play. Correct answer, option 4 ആണ്, Mudra Rakshasa. Question number 7. In which language was Mudra Rakshasa written by Vishagadatta? Correct answer is option 3, Sanskrit.